ഹായ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എൻ്റെ റംബൂട്ടാൻ തോട്ടത്തിലൂടെ ഒന്ന് ചുറ്റിയടിച്ചാലോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു 4-5 വെറൈറ്റികളിലായിട്ട് ഒരു 32ഓളം മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അതിൽ കിങ് ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, മൾവാനയുണ്ട്, E35 ഉണ്ട്, N18 ഉണ്ട്. N18 ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഈ വീഡിയോയിൽ ഇവിടെയുള്ള വെറൈറ്റികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. പിന്നെ അതിൻ്റെ പഴങ്ങളുമായിട്ടുള്ള കമ്പാരിസണും വളങ്ങളുടെ രീതിയും പ്രൂണിങ്ങും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ആയിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ ബാക്കി ഇരിക്കുന്നതാണ് ഞങ്ങൾ ആദ്യമായിട്ട് നട്ട N18. ഇതിനകത്തിപ്പോൾ ഒരു സെറ്റ് കായ്കൾ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് നേരത്തെ പഴുക്കാതെ ഇന്നതാണ് ഇപ്പോൾ പഴുത്തിരിക്കുന്നത്. റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈയോ ബഡ് തൈയോ മേടിച്ച് നടുന്നതായിരിക്കും നല്ലത്. റംബൂട്ടാൻ്റെ പൂക്കാലം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. പൂക്കൾ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ നന ഇത്തിരി കുറച്ച് കൊടുക്കണം. പിന്നെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ നന പഴയതുപോലെ തന്നെ ഒരാഴ്ച തന്നെ 2-3 വട്ടമൊക്കെ നനച്ച് കൊടുക്കുക. ഇതിൽ കാകൾ പഴുത്ത് വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ള N18 എന്ന് പറയുന്ന വെറൈറ്റി ആദ്യം പരിചയപ്പെടാം. ഇതൊരു മലേഷ്യൻ വെറൈറ്റിയാണ്. കേരളത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. ഇതിന് ഏതാണ്ട് 20 മുതൽ 22 ബ്രിക്സ് വരെ മധുരം ഉണ്ടാവും. ഇനി നമുക്ക് കിങ്ങിനെ പരിചയപ്പെടാം. ഇതാണ് കിങ്ങിൻ്റെ പഴം, ഇതാണ് N18ൻ്റെ പഴം. കിങ്ങിന് N18നേക്കാളും വലിപ്പം കൂടുതലാണ്. കിങ്ങിനും N18നും ഏതാണ്ട് ഒരേ ബ്രിക്സ് മധുരമൊക്കെയാണ് വരുന്നത്. പക്ഷേ N18ൻ്റെ അത്രയും കായ് ഫലം കിങ് തരത്തില്ല. നമുക്കിനി അടുത്തത് E35നെ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ E35 മരം. ഞങ്ങൾക്കിവിടെ ഒരു 6 മൂട് E35 നിൽപ്പുണ്ട്. ഇതൊരു ശ്രീലങ്കൻ വെറൈറ്റിയാണ്. N18 കിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വലിപ്പക്കുറവുണ്ട്. ഇത് നല്ല ജ്യൂസിയുമാണ്. ഇതിന് ഏതാണ്ട് 24 ബ്രിക്സ് വരെ മധുരമുണ്ട്. മൾവാനയിൽ ഇപ്പോൾ കായ്കളൊന്നുമില്ല. ഇനി കായ്കൾ ഉണ്ടാവുമ്പോൾ ഞാനത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഇനി നമുക്ക് സ്കൂൾ ബോയെ പരിചയപ്പെടാം. അതിനകത്ത് അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറച്ച് കായ്കളും ഇപ്പോൾ ഉണ്ട്. ഇതാണ് സ്കൂൾ ബോയ്. ഇതൊരു മലേഷ്യൻ വെറൈറ്റിയാണ്. ഇതിന് സ്കൂൾ ബോയ് എന്ന് പേര് വരാൻ കാര്യം ഇത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ സ്കൂൾ ബോയ് എന്ന് പേര് വന്നത്. ഇത് മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ഏതാണ്ട് ഒരു 21 ബ്രിക്സ് വരെ മധുരമുണ്ട്. ഇത് നമ്മുടെ കിങ്ങിനെ N18നെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഇതിന് നമ്മുടെ E35ൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് പഴുത്താൽ ഇതിൻ്റെ ഹെയർ ഇതുപോലെ പച്ച നിറത്തിലിരിക്കും. നമുക്കിനി ഈ 4 വെറൈറ്റികളും ടേസ്റ്റ് ചെയ്ത് കമ്പാരിസൺ നോക്കാം. ഇതാണ് 4 വെറൈറ്റി റംബൂട്ടാൻ. ഇത് കിങ്, സ്കൂൾ ബോയ്, N18, E35. നമുക്കിനി ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കാദ്യം കിങ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്തത് സ്കൂൾ ബോയ് കഴിച്ച് നോക്കാം. ഇനി നമുക്ക് N18 ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ 3 ചുമന്ന റംബൂട്ടാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിന് 3 എണ്ണത്തിന് ഒരേ ടേസ്റ്റൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് യെല്ലോ റംബൂട്ടാനാണ് നല്ല ടേസ്റ്റ് തോന്നിയത്. നല്ല ജ്യൂസിയാണ്, ഒരു പ്രത്യേക തരം ഫ്ലേവറും ഉണ്ടായിരുന്നു. നമുക്ക് ഈ 4 വെറൈറ്റിയുടെയും ഫ്ലഷ് വിത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വിട്ടുപോരുന്നതാണ്. ഞാൻ മാർക്കിടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യെല്ലോയ്ക്ക് ഇടത്തുള്ളൂ. പക്ഷേ ഈ വെറൈറ്റികളൊന്നും മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വെറൈറ്റികളും നല്ല വെറൈറ്റികളൊക്കെയാണ്. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പം യെല്ലോ ഒരു പടി മുന്നിലോട്ടാണ്. നമുക്കിനി റംബൂട്ടാൻ്റെ നടീൽ രീതിയും വളപ്രയോഗങ്ങളും പ്രൂണിങ്ങും ഒക്കെ നോക്കാൻ തോട്ടത്തിലേക്ക് പോവാം. നമുക്കിനി റംബൂട്ടാൻ്റെ പ്രൂണിങ്ങിനെ പറ്റി നോക്കാം. റംബൂട്ടാനിലെ കായ്കൾ പഴുത്ത് അതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ കമ്പിൽ നിന്ന് വേറെ ബ്രാഞ്ചുകൾ ഉണ്ടായി വരും. ഞങ്ങൾ നേരത്തെ ഒരു പ്രൂൺ ചെയ്തതിൽ നിന്ന് അങ്ങും ഇങ്ങനെയൊക്കെ ആയിട്ട് ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങി.
ഇനി നമുക്ക് എങ്ങനെ റംബൂട്ടാൻ നടാമെന്ന് നോക്കാം. റംബൂട്ടാൻ നടുമ്പോൾ ഒരു 2 അടിയെങ്കിലും താഴ്ചയുള്ള കുഴിയെടുത്ത് ഇതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് ആ കുഴി നന്നായിട്ട് ഇളക്കിയിട്ട് ആ കുഴി മൂടണം. പിന്നെ അതിനകത്തൊരു കൊച്ചു കുഴി എടുത്തിട്ട് വേണം റംബൂട്ടാൻ നടാൻ. റംബൂട്ടാൻ ഒരു 2 അടി പൊക്കം കേൾക്കുമ്പോൾ അതിൻ്റെ തഴപ്പുകൾ നുള്ളി കൊടുത്തു കഴിഞ്ഞ് ഈ മരം നിൽക്കുന്ന പോലെ നല്ല പടർന്ന് നിൽക്കും. റംബൂട്ടാൻ എല്ലാ വർഷവും കായൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പം ഇത്തിരി ചാണകപ്പൊടി എല്ലുപൊടിയും പിന്നെ പൊട്ടാഷൊക്കെ അടങ്ങിയ വളങ്ങൾ ഇട്ട് കൊടുക്കും. നിങ്ങൾക്കിപ്പം താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് റംബൂട്ടാൻ കൊഴിഞ്ഞ് കിടക്കുന്നത്. നമുക്കിത് അങ്ങനെ കൊഴിച്ചിൽ നിർത്താനൊന്നും ഒക്കത്തില്ല. ബോറോണിൻ്റെ കുറവ് കൊണ്ടുള്ള കൊഴിച്ചിലാണെങ്കിൽ ബോറോൺ ഇട്ട് കൊടുത്താൽ നമുക്ക് കായ്കൾ കൊഴിയുന്നത് നിർത്താം, കുറേയൊക്കെ നിർത്താം. പിന്നെ അല്ലാത്തതാണെങ്കിൽ കായ്കളിൽ ഇത്തിരി സൂഡോമോണസോ സൾഫറോ ഒക്കെ അടിച്ചു കൊടുത്താലും നിർത്താം. നമ്മൾ എന്തൊക്കെ ചെയ്താലും പൂർണ്ണമായിട്ടൊന്നും ഈ കാകൊഴിച്ചിൽ ഒഴിവാക്കിയെടുക്കാനൊക്കത്തില്ല. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.